വെൽക്കം ടു Biolectures മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓർഗനൈസേഷൻ ഓഫ് നെർവസ് സിസ്റ്റം, അതർവൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവസ് സിസ്റ്റം. ഫസ്റ്റ്, എന്താണ് നെർവസ് സിസ്റ്റം? ഓരോ എനിമലിൻ്റെയും ശരീരത്തിൽ കാണപ്പെടുന്ന വളരെ സങ്കീർണമായൊരു ഓർഗൻ സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. നമ്മുടെ ശരീരത്തിലെ സെൻസറി ഇൻഫോർമേഷൻസിനെയും അതുപോലെ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. എങ്ങനെയാണ് ഈ ഒരു കോർഡിനേഷൻ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ. നെക്സ്റ്റ്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു നെർവസ് സിസ്റ്റം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം നമുക്ക് നെർവസ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ്, നെർവസ് സിസ്റ്റം പ്രധാനമായും രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ്, സെൻട്രൽ നെർവസ് സിസ്റ്റം. സെക്കൻഡ്, പെരിഫറൽ നെർവസ് സിസ്റ്റം. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും മൂന്നാക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ്, സൊമാറ്റിക് നെർവസ് സിസ്റ്റം. സെക്കൻഡ്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ആൻഡ് തേർഡ്, എൻഡറിക് നെർവസ് സിസ്റ്റം. ദെൻ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് വീണ്ടും രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഫസ്റ്റ്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. സെക്കൻഡ്, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ, സോ ഫസ്റ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, സെൻട്രൽ നെർവസ് സിസ്റ്റം. പ്രധാനമായും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്നത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ ഇമോഷൻസിനെയും അതുപോലെ മെമ്മറീസിൻ്റെയും നമ്മുടെ ചിന്തകളുടെയും എല്ലാത്തിൻ്റെയും ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്നത് ബ്രെയിൻ ആണ്. ബ്രെയിൻ ഉൾപ്പെടുന്ന ഈ ഒരു റീജിയൻ സ്കള്ളായിരിക്കും. സോ സ്കള്ളിലാണ് ബ്രെയിൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ബ്രെയിനിലോട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ത്രൂ എ ഫൊറാമൻ മാഗ്നം. അതായത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഇവിടെ കാണപ്പെടുന്ന ഒരു ബോൺ ഉണ്ട്, ഒക്യുപിറ്റൽ ബോൺ എന്ന് പറയും. ഈ ഒക്യുപിറ്റൽ ബോണിൻ്റെ ഫൊറാമൻ മാഗ്നത്തിലൂടെയാണ് ഈ ഒരു സ്പൈനൽ കോഡ് ബ്രെയിനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്പൈനൽ കോഡിനെ ചുറ്റി നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലെ ബോൺസ് കാണാം. അതായത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മുടെ സ്പൈനൽ കോഡിനെ ചുറ്റി വെർട്ടിബ്രൽ കോളത്തിലെ ബോൺസ് ഉൾക്കൊള്ളുന്നു. സോ ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നെക്സ്റ്റ്, പെരിഫറൽ നെർവസ് സിസ്റ്റം. ബ്രെയിനും സ്പൈനൽ കോഡും ഉൾപ്പെടാത്ത മറ്റെല്ലാ നെർവസ് ടിഷ്യൂവിനെയും ഒരുമിച്ച് നമുക്ക് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളിക്കാം. അതായത് ബ്രെയിനും സ്പൈനൽ കോഡും അല്ലാത്ത മറ്റെല്ലാ നെർവസ് ടിഷ്യൂസുമാണ് ഈ ഒരു പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്നത്. എക്സാമ്പിൾ, ക്രേനിയൽ നെർവ്സ്, അതുപോലെ സ്പൈനൽ നെർവ്സ്, ഗാംഗ്ലിയ, എൻഡറിക് പ്ലെക്സസ്, സെൻസറി റിസെപ്റ്റേഴ്സ് തുടങ്ങിയവ. So this is peripheral nervous system. So first, central nervous system പ്രധാനമായും ബ്രെയിനും സ്പൈനൽ കോഡും ഉൾക്കൊള്ളുന്നു. ബ്രെയിൻ, സ്പൈനൽ കോഡ്. നെക്സ്റ്റ്, പെരിഫറൽ nervous system. ഓക്കെ, ദെൻ പെരിഫറൽ nervous system മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ്, സൊമാറ്റിക് nervous system. സെക്കൻഡ്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. തേർഡ്, എൻറ്ററിക് നെർവസ് സിസ്റ്റം. ദെൻ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എഗെയിൻ രണ്ട് ബ്രാഞ്ച് ഉണ്ട് അവയ്ക്ക്, സിമ്പതറ്റിക് ആൻഡ് പാരാ
പാരാസിമ്പതറ്റിക്. ഫസ്റ്റ്, സൊമാറ്റിക് നെർവസ് സിസ്റ്റം, അതർവൈസ് SNS. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹെഡ്, ബോഡി വാൾ, ലിംസ് തുടങ്ങിയവയിൽ കാണപ്പെടുന്ന സൊമാറ്റിക് റിസപ്റ്റേഴ്സ് ചില സിഗ്നൽസിനെ CNSലോട്ട് പാസ് ചെയ്യിപ്പിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസറി ന്യൂറോൺസ്. അതായത് ഈ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സെൻസറി ന്യൂറോൺസിന്റെ സഹായത്തോടു കൂടി ഇപ്പം നമ്മുടെ ശരീരത്തിലെ കൈകളിൽ നിന്നോ കാലുകളിൽ നിന്നൊക്കെ ചില മെസ്സേജസ് CNSലോട്ട് പാസ് ചെയ്യുന്നു. ദെൻ CNSൽ വെച്ച് അവ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് വീണ്ടും തുടർന്ന് മറ്റൊരു നിർദ്ദേശം തിരിച്ച് ഒരു പെർട്ടിക്കുലർ സ്കെലിറ്റൽ മസിൽസിലോട്ട് പാസ് ചെയ്യിപ്പിക്കുന്നു. അതാണ് മോട്ടോർ ന്യൂറോൺസിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ചിലപ്പോൾ നമ്മുടെ കൈകൾ പ്രവർത്തിപ്പിക്കുക, കാലുകൾ പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്നത്. ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ഫംഗ്ഷൻ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. എക്സാമ്പിൾ, നമ്മൾ കൈ വലിക്കുക, ചൂടുള്ള ഒരു പ്രതലത്തിൽ തട്ടുമ്പോൾ നമ്മുടെ കൈ വലിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ തലച്ചോറിലോട്ട് പാസ് ചെയ്യിപ്പിക്കുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും തിരിച്ച് മറ്റൊരു നിർദ്ദേശം നമ്മുടെ കയ്യിലോട്ട് എത്തുന്നു. ആ ഇമ്പൾസ് നമ്മുടെ കയ്യിൽ എത്തുന്നതോടുകൂടി നമ്മൾ കൈ വലിക്കുന്നു. സോ ഇതാണ് ഒരു വോളണ്ടറി ഫംഗ്ഷൻ നടക്കുകയാണ്. അതാണ് ഈ ഒരു SNSൽ ഉൾക്കൊള്ളുന്നത്. നെക്സ്റ്റ്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ANSലെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഓട്ടോണോമിക് സെൻസറി റിസപ്റ്റേഴ്സ് നമ്മുടെ ശരീരത്തിൽ കാണുന്നുണ്ട്. ലൈക്ക് സ്റ്റൊമക്ക്, ലങ്സ് തുടങ്ങിയ ഓർഗൻസിലൊക്കെ കാണപ്പെടുന്ന ഓട്ടോണോമിക് സെൻസറി റിസപ്റ്റേഴ്സ് ചില ഇൻഫോർമേഷൻസിനെ എഗെയിൻ നേരത്തെ പോലെ തന്നെ CNSലോട്ട് പാസ് ചെയ്യിപ്പിക്കും. CNSൽ വെച്ച് അതിൻ്റെ ഇൻ്റഗ്രേഷൻ നടന്ന് തിരിച്ച് മറ്റൊരു നിർദ്ദേശം നമ്മുടെ സ്മൂത്ത് മസിലിലേക്കോ അല്ലെങ്കിൽ കാർഡിയാക് മസിൽസിലേക്കോ അതുപോലെ ഗ്ലാൻസിലേക്കൊക്കെ തിരിച്ച് സെൻഡ് ചെയ്യും. അത് നടക്കുന്നത് പ്രധാനമായും മോട്ടോർ ന്യൂറോൺസിന്റെ സഹായത്തോടു കൂടിയായിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ കാർഡിയാക് മസിൽ, ഗ്ലാൻസ് ഒക്കെ പ്രവർത്തിക്കും. ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല നടക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ് നടക്കുക എന്നുള്ളത് ആദ്യം സെൻസറി റിസപ്റ്റേഴ്സ് CNSലോട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യിപ്പിക്കും. അതിനനുസരിച്ച് CNSൽ വെച്ച് ഇൻ്റഗ്രേഷനൊക്കെ നടന്നതിന് ശേഷം തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് അടുത്ത ഇമ്പൾസ് വരുന്നു. അതിനനുസരിച്ച് നമ്മുടെ ഹൃദയം ഇടിക്കുന്നു. ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നതല്ല. അത് നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. സോ ഇതാണ് പറയുന്നത് ഓട്ടോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഇൻവോളണ്ടറി ആക്ഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് പ്രധാനമായും 2 ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. സോ ഫസ്റ്റ്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ പ്രധാനമായും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വരിക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കുറേ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളാണ് ഈ ഒരു സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്നത് എന്ന് പറയാം. അഥവാ ഇപ്പോൾ ഒരു ഡേഞ്ചറസ് കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഹാർട്ട് റേറ്റ് കൂടുക, അങ്ങനെ ചില പ്രവർത്തനങ്ങളൊക്കെ വളരെ നോർമലായി നടക്കുന്നതിൽ നിന്നും വളരെയധികം ഇൻക്രീസ് ആയി നടക്കും. അതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നായ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടുക, ആ സമയത്ത് നമ്മൾ നന്നായി കിതക്കുന്ന സമയത്തോടു കൂടി നമ്മുടെ ശരീരത്തിലെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ നന്നായി വിയർത്തിട്ടുണ്ടാവും, സ്വെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതൊക്കെ നടക്കുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഓവർ വർക്കിംഗ് ഒക്കെ തടഞ്ഞുകൊണ്ട് പ്രധാനമായും നമ്മുടെ ശരീരത്തിനെ ഒരു കാമായ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിക്കുക എന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ. അതായത് നേരെ ഓപ്പോസിറ്റ് ഓഫ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇപ്പോൾ ഹാർട്ട് റേറ്റ് കുറയാണ് ചെയ്യുക പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട്.
സോ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം, റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയാം. ബിക്കോസ് നമ്മുടെ ശരീരത്തിനെ ഒരു കാമായ സ്റ്റേറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. നെക്സ്റ്റ് എൻഡറിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ENS. എൻഡറിക് നെർവസ് സിസ്റ്റം പ്രധാനമായും നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ ഉൾപ്പെടുന്ന ഒരു നെർവസ് സിസ്റ്റം ആണെന്ന് പറയാം. ബിക്കോസ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ ഉൾപ്പെടുന്ന ചില സെൻസറി ന്യൂറോൺസ് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ നടക്കുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കും. ഇപ്പോൾ സ്റ്റൊമക്കോ അതുപോലെ മറ്റെന്തെങ്കിലും ഓർഗൻസിൽ, ഇൻറ്റസ്റ്റൈൻ തുടങ്ങിയ ഓർഗൻസിൽ എവിടെയെങ്കിലും ചില കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കും, സെൻസറി ന്യൂറോൺസ്. ഈ സെൻസറി ന്യൂറോൺസ് ഇമ്പൾസസ് എന്ത് ചെയ്യും, തിരിച്ച് നമ്മുടെ CNSലോട്ട് എത്തിക്കും, അഥവാ ബ്രെയിനിലോട്ടോ സ്പൈനൽ കോഡിലോട്ടോ ഒക്കെ എത്തിക്കും. അതിനനുസരിച്ച് തിരിച്ച് ബ്രെയിൻ എന്ത് ചെയ്യും, തിരിച്ച് കുറച്ച് ഇമ്പൾസസ് മോട്ടോർ ന്യൂറോൺസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിലെത്തിക്കും. അതിനനുസരിച്ച് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിലുള്ള സ്മൂത്ത് മസിൽസൊക്കെ കൺട്രാക്ട് ചെയ്യും. അങ്ങനത്തെ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ പ്രൊപ്പൽഷനൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സോ അങ്ങനത്തെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനോട് ഉൾക്കൊള്ളുന്ന ഒരുപാട് ഫങ്ഷൻസ് ആണ് ഈ ഒരു എൻഡറിക് നെർവസ് സിസ്റ്റം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ഓഫ് നെർവസ് സിസ്റ്റം. That is today's video. Hope you like it. Keep watching. Thank you.